ഗൈസ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള അതിസാഹസികതയാണ്. വീഡിയോയിൽ കുറച്ച് ഷേക്കിംഗ് ഒക്കെ വരും, നിങ്ങൾ ക്ഷമിക്കുക. അത്ര വലിയ സാഹസികതയാണ് ഇവിടെ നടക്കുന്നത് ഗൈസ്. അവിടെ നിന്നാണ് ഗൈസ് നമ്മൾ ഇറങ്ങി വന്നത്. ഇത്രയും ഇറങ്ങി വന്നു. തിരിച്ചേറി പോകാൻ പറ്റുമോ? തിരിച്ചേറി പോയില്ലെങ്കിൽ പശുവൊക്കെ ഇടിക്കും. അഡ്വഞ്ചേഴ്സ് ഓഫ് സഞ്ജിത്ത് എന്ന എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വണ്ടീനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന കണ്ട പാവം തോന്നും. ഞാൻ വീഡിയോ എടുക്കും. എടാ പശുവും വണ്ടിയും മാച്ചടാ, പശുവും വണ്ടിയും മാച്ച്. നീ പേടിപ്പിച്ചിട്ട് പോവേ, അവസാനം പശു കുത്തണം എന്നെയായിരിക്കും. ചിലപ്പോ ഒരു വീഴ്ച വീഡിയോയിൽ കിട്ടും. എന്റെ പൊന്നെ, വീഴാതെ കൊണ്ടുപോണേ. എത്തിച്ചിരിക്കും ഞാൻ. ഓക്കെടാ, ഓക്കെ ഗൈസ്, ഫോളോ വിത്ത് മീ. ഓക്കെ, ഇത് കുറച്ച് ടെക്നിക്ക്. നീ ഇറങ്ങിക്കോ. ഓക്കെടാ. ചെറുതായിട്ട് പൊക്കോ. കാട്ടിലോട്ട് പോയി ഗൈസ്. എവിടെ നിന്ന് കിട്ടുമെന്തോ. ഞാനിപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്നെ വീഡിയോ എടുക്കാനെന്നും പറഞ്ഞ് ഒരിടത്ത് നിർത്തിയിട്ട് അവൻ വണ്ടി വൈകിട്ട് പോയി. ദൂരെ കാണാവോ? അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. പക്ഷെ കൊള്ളാം, മൊത്തത്തിൽ നല്ല രസമുണ്ട്. ഫ്രണ്ടിൽ ചുറ്റും ഫുൾ തേയിലത്തോട്ടം, സൺകിസ്റ്റ് തേയിലത്തോട്ടം. A few moments later. വീണ് ഗൈസ്, മൂടിൻ്റെ അല്ലി വീണ് ഗൈസ്. എനിക്ക് അപ്പോഴേ അറിയാം. ഞാൻ പറഞ്ഞു നീ ഒറ്റയ്ക്ക് ഓടിക്ക്, ഞാനിവിടെ ബാക്കി ഇരിക്കേണ്ടതാണ്. അപ്പൊ പറഞ്ഞു നീ പൊക്കോ, നീ കേറിക്കോ, വീണയ്ക്ക് എല്ലാം ഒരു ത്രില്ല്. പറന്ന് തീർന്നില്ല, പടം തല്ലി മൂട് കിടക്കും, മൂടും തല്ലി തറയിൽ കിടന്നു. എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് പൊക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള കൺഫ്യൂഷൻ വഴി ഏതെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് എവിടെ നിന്നോ കയറി വന്നു, പക്ഷെ ഇനി എങ്ങോട്ട് കയറി പോകണം എന്നറിയില്ല. അതെ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാ? ഇല്ല, ഒന്നും പറ്റി. എന്തേ സ്റ്റാൻഡ് ഇടാനുള്ള ഹെൽപ്പ് ചെയ്യണോ? വലിക്കണോ? പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? ജസ്റ്റ് മിസ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് വീണത്. അല്ലാതെയാണ് വീണിരുന്നെങ്കിൽ ഈ കല്ലിലോ തലയിടിച്ച് ചത്തുപോയെനിക്ക്. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവനെ. ഒന്നും പറ്റിയിട്ടില്ല. രണ്ടാമത്തതാണ് ആ വണ്ടി, പാവം. ഇനി ഇതിനെ പൊക്കിയിട്ട് വരാം. വണ്ടി കാണാനില്ല ഇപ്പോ, വന്ന വഴി കാണാനില്ല ഇപ്പൊ ദാ ഒരു മയിൽക്കുറ്റി എന്തോ കണ്ട ഒരു അടയാളം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് നടന്ന്. സമയം ഇപ്പൊ എത്രയായിടാ? ജിമ്മിൽ പോണ അന്നേ പറഞ്ഞാണ്. സമയം ഇപ്പൊ എന്തുകൊണ്ടൊക്കെ ആയി. ഇരുട്ടുന്നതിന് മുന്നേ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വണ്ടിയും കണ്ടുപിടിച്ച് വഴിയും കണ്ടുപിടിച്ച് റൂമിൽ എന്ത് ചെയ്യും അതെ, ആക്കപ്പെട്ടു പോയി. ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. കൊള്ളാം.
പക്ഷെ എനിക്കറിയായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹണിമൂണെന്ന്. ലൈഫ് അഡ്വഞ്ചർ ആണെന്ന് ഞാൻ അഡ്വഞ്ചറസ് ലൈഫ്. യെസ്, നമ്മള് ഇതിലല്ലേ ഇറങ്ങി വന്നത്. ഓക്കെ, ഫൈനലി ഇനി ഞങ്ങള് വന്ന വഴി കൂടെ കിട്ടണം. ഓക്കെ, സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ വന്ന വഴി, ഇതാണ് വഴിതെറ്റിപ്പോയ വഴി. യു ക്യാൻ സീ ദ സസ്പെക്ട് കമ്മിങ് ഡൗൺ വാക്കിംഗ് ത്രൂ ദ aisle and this is the way we are supposed to go and that was the അമ്പലം. It's fun. Yeah. Totally മുഞ്ചി ഗൈസ്. പക്ഷെ വണ്ടി എത്തിച്ചിട്ടുണ്ട്. 2 വീഴ്ച കഴിഞ്ഞെങ്കിലും ഒരു പോറൽ പോലും ഇല്ല. പോറലുണ്ട്, ഈ പോറൽ ആൻഡ് ഈ പോറൽ നേരത്തെ ഉണ്ടായിരുന്നു, പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഇത്, പിന്നത്തെ ഇത്, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഗുഡാണ്. അയ്യാ അയ്യാ വഴിയും കിട്ടി കേസ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു അതോ അവിടെ നിന്നായിരുന്നു, അതോ ആ ഒരു പോയിന്റില്ലേ, ഏതാ ബാക്കിലൊരു പോസ്റ്റ് കണ്ടോ, അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ടിലോട്ടൊരു അമ്പലമുണ്ട്, അവിടെ നിന്നാണ് ഇറങ്ങി വന്നതെന്ന്. ഞങ്ങൾ എന്നിട്ട് ഈ വഴി കയറുന്നതിന് പകരം കുറച്ച് ഇനി അങ്ങോട്ട് ഞാൻ വിചാരിച്ചു അങ്ങോട്ട് നടക്കാമെന്ന്. ആ കൊച്ചു വണ്ടി എടുത്തപ്പോൾ പറക്കുന്നു വരും. ഫുൾ അഡ്വഞ്ചറസ് ട്രിപ്പാണ്. എനിക്കാണെങ്കിൽ അയ്യോ ഒരൊറ്റത്തുള്ളി വെള്ളമില്ല, കൊണ്ട് പുറത്ത് ഡ്രൈ ആയി വരുന്നുണ്ട്. ഉറപ്പാണോ? ഹെൽമെറ്റ് വയ്ക്കട്ടെ. ഞങ്ങളിതാ അടയാളം വെച്ച അമ്മൻ്റെ നടയിലെത്തി. അയ്യോ അറ്റം അങ്ങ് മണ്ടയിലൂടെ കൊണ്ട് തീർത്തി. ഇത് ഞാൻ പേടിച്ചിട്ടാണ് താഴെ ഇറങ്ങുമ്പോൾ. ഇതിന്റെ അപ്പുറത്ത് നമുക്ക് കയറിയിട്ടുണ്ട്.